ഹായ് കൂട്ടുകാരെ, ഞങ്ങൾ മാമാനത്തമ്പലത്തിൽ പോയതാണേ. മാമാനക്കുന്നിലമ്പലത്തിൽ അവിടെ നമ്മൾ തേങ്ങയൊക്കെ പിന്നെ മറികൊത്താൻ തേങ്ങ വാങ്ങി കുളത്തിലിറങ്ങിയതാണ്. കുളത്തിലിറങ്ങിയപ്പോൾ വലിയ മീൻ കുളത്തിൽ. എന്ത് വലിയ മീനാണ്! മക്കളാണെങ്കിൽ അത് കണ്ടിട്ട് പോകുന്നുമില്ല. കുറേ ഉണ്ട് മീൻ, വലിയ മീനുകൾ. ഇപ്പം നല്ല സുഖമായിട്ട് ഇറങ്ങി. ആദ്യമൊക്കെ ഭയങ്കര വഴുക്കലായിരുന്നു തെന്നൽ. ഇപ്പം തെന്നുന്നൊന്നുമില്ല. നല്ല സുഖമായിട്ട് ഇറങ്ങി കാലൊക്കെ കഴുകി തേങ്ങയൊക്കെ നനച്ച് കയറാം. കുറേ ആയി വിചാരിക്കുന്നു പോകണമെന്ന്. കണ്ട മീനെ കണ്ട, എന്ത് വലിയ മീനാ! നല്ല തിരക്കുണ്ടായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരും മീനിനെ നോക്കി നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് തേങ്ങയും കഴുകി അമ്പലത്തിലേക്ക് കയറാൻ നോക്കുമ്പോൾ കുറച്ച് പേര് അമ്പലത്തിൽ ഇങ്ങനെ നിൽക്കുന്നൊരു ഫോട്ടോയൊക്കെ ഞാൻ എടുത്തതാണ്. മക്കൾ മോള് മുന്നിലോടി, മോൻ പിന്നെ പതുക്കെ കയറുന്നുള്ളൂ. ഞങ്ങൾ പുറകെ പതുക്കെ. നല്ല തിരക്കുണ്ടായിരുന്നു. ക്യൂവാ, അങ്ങ് റോഡ് സൈഡ് വരെ ക്യൂവാ. റോഡിലേക്ക് എത്തുന്ന വരെ ക്യൂവാണ്. 2 ക്യൂവാ. കുറേ ദിവസമായി വിചാരിക്കുന്നു. ദിവസമല്ല, കുറേ നാളെ വിചാരിക്കുന്നു ഒന്ന് പോകണമെന്ന്. ക്യൂ ഇതായി. പതുക്കെ നടക്കാൻ തുടങ്ങി. ക്യൂ നടന്ന് ഞങ്ങൾ വേഗം കയറി തൊഴുതിറങ്ങി കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കിയേക്കാണ്. അതിൻ്റെ ഉള്ളിലൊന്നും കാണിക്കാൻ പറ്റില്ല. പുറത്തിറങ്ങി. എന്നിട്ട് ഈ മരത്തിൻ്റെ പേരെനിക്കറിയില്ല. ഇതെന്താ ഈ മരത്തിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. അറിയുന്നൊരു കമൻ്റ് ഇടണേ. ഇതെന്താ മരം എന്നുള്ളത്. ഈ മരം എൻ്റെ പേര് കിട്ടുന്നില്ല. ഈ നാഗത്തിൻ്റെ എന്തോ പൂക്കേണ്ടെന്ന് എന്തോ ഒരു മരത്തിൻ്റെ പേര് കിട്ടുന്നില്ല. ആ മരത്തിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്ത് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു. നല്ല തിരക്കുണ്ട്, അത്യാവശ്യം ആളുണ്ട് അമ്പലത്തിൽ. ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ അതേപോലെ തന്നെ തിരക്കാണ്. ഞങ്ങൾ തിരിച്ചിറങ്ങി. കാലിനൊരു വേദനയുണ്ട്, അതുകൊണ്ടാണ് ചാടി ഇറങ്ങാൻ പറ്റാത്തത്. മുട്ടൂത്തിന്ന് വീണിട്ട് പ്രസാദം കഴിക്കുന്നു. പ്രസാദം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളിരുന്ന് പ്രസാദം കഴിക്കുക. പായസം നമ്മൾ കുറച്ച് വഴിപാട് കഴിച്ചാൽ ഇപ്പം അതിൻ്റെ പ്രസാദമാണ്. പായസം കഴിച്ച് അവൻ തന്നെ വാരി കഴിച്ചോളൂന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വേണ്ട, ഞാൻ വാരി തരാം, നീ തന്നെ അങ്ങനെ കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വാരി കൊടുക്കണം. മോൾക്ക് എന്തൊരു കാര്യത്തിന് ദേഷ്യം പിടിച്ചുകൊണ്ടാണ് മുഖം അങ്ങനെ ഇരിക്കുന്നത്. സമയം കഴിഞ്ഞ് വെച്ചിട്ട് ഒരുപാട് പേരുണ്ട്, ഓടുക എല്ലാവരും. പിന്നെ അവിലും 2 സൈസ് പ്രസാദമുണ്ട്, അതും കഴിച്ച് കൊണ്ടിരിക്കുകയാണ്. എല്ലാം കഴിച്ചിട്ട് പോകണമെന്നല്ലേ, മേടിച്ചിട്ട് അങ്ങനെ മടക്കി പിടിക്കാണ്ട് അവിടുന്ന് കഴിച്ചിട്ട് പോകണമല്ലോ എന്ന് വെച്ചിട്ട്